നമസ്കാരം. പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി നേരിടുമെന്ന് CPM തുറന്നടിച്ചിരിക്കുകയാണ്. വർഗീയ പാർട്ടികളുമായി സന്ധി ചെയ്ത് വിജയമുണ്ടാക്കിയവരൊക്കെ ആ പാപം CPMന്റെ തലയിൽ കുറ്റം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പാർട്ടി നയങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് LDF തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. LDFനെ പ്രതിരോധിക്കാൻ കൈയും കാലും ഇട്ട് അടിച്ചപ്പോൾ രക്ഷപ്പെടുത്താൻ കോൺഗ്രസിന് വർഗീയ പാർട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പലപ്പോഴായി തള്ളിപ്പറഞ്ഞ് അവരെ നാറ്റിച്ച് ഈ കളി അവസാനിപ്പിക്കാനായില്ലേ കോൺഗ്രസെ? UDFന് ഇപ്പോ കറിവേപ്പിലയായി തോന്നുന്ന SDPയെ നിങ്ങളുടെ തന്നെ എത്ര പേർ അനുകൂലിച്ച് സംസാരിച്ചു? എന്നിട്ടും ഒരല്പ ഉളുപ്പ് വേണ്ടേ ഇങ്ങനെ കള്ളം പറയാൻ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വർഗീയ സംഘടനകളുടെ പിന്തുണയോടെയാണ് LDF ഭരണത്തിലിരിക്കുന്നതെന്ന് നിങ്ങളുടെ കൂലിത്തൊഴിലാളികളായ മാധ്യമങ്ങൾ വാർത്ത പടച്ചുവിട്ടു. കൂലി എഴുത്തുകാർക്കും കൂടി പണി കിട്ടും നിങ്ങൾ കാരണം. വസ്തുതയ്ക്ക് നിരക്കാത്ത നിങ്ങളുടെ ഇത്തരം തരം താണ വാർത്തകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പലതവണ. പക്ഷെ എപ്പോഴും അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്ന സൂചന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ട പ്രസ്താവനയിലുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ LDF SDPയുമായി ജമാഅത്തെ ഇസ്ലാമിയുമായും ചേർന്ന് ഭരിക്കുകയാണെന്ന പ്രചാരണം സത്യത്തിന് നിരക്കാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം. സർക്കാരിന് പിന്തുണ നൽകിയ ജനങ്ങളാണ് ഇത്തവണ LDFനെ വിജയിപ്പിച്ചതും. UDFനെ വിജയിപ്പിച്ചവർ ആരെന്ന് ഫലം വന്നപ്പോൾ വർഗീയ പാർട്ടികളുടെ തുള്ളിച്ചാട്ടം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അധികാരം ലഭിക്കുന്നതിനാണ് അടിസ്ഥാന നിലപാടുകളിൽ മാറ്റം വരുത്തുന്ന നിലപാട് LDFനില്ല. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാവാൻ അവസരം ലഭിച്ചിട്ടും തത്വാധിഷ്ഠിത നിലപാടിൽ മാറ്റം വരുത്താതെ നിലകൊള്ളുകയാണ് LDF ചെയ്തത്. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റൊരു വർഗീയതയുമായി സന്ധി ചെയ്യുന്നത് ആപൽക്കരമാണ്. അതിനാൽ തന്നെ എന്തെങ്കിലും വർഗീയ ശക്തിയുമായി കൂട്ടുകെട്ട് എന്നത് LDFന്റെ അജണ്ടയിൽ ഇല്ല. ഇക്കാര്യം LDF കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ആരുമായും കൂട്ടുചേരുക എന്നത് UDF അജണ്ടയാണ്. ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീവ്ര വർഗീയ ശക്തികളുമായി ചേർന്ന് UDF ഭരിക്കുന്നുമുണ്ട്. നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആ നിലപാട് നാം കണ്ടതാണ്. ഇതിൽ നിന്ന് അവരുടെ മുഖം രക്ഷിക്കാനാണ് കള്ളക്കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പോൾ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ശ്രമം. ഇത് തിരിച്ചറിയാനുള്ള ശേഷി കേരള ജനതയ്ക്കുണ്ട്. ജനാധിപത്യ ബോധമുള്ള കേരളീയ സമൂഹം കൂലിക്കെഴുതുന്ന മാധ്യമ സിംഹങ്ങളുടെ ഈ കള്ളപ്രചാരണം തിരിച്ചറിയുക തന്നെ ചെയ്യും.